ഹായ് ഹലോ ഇറ്റ്സ് ഐബഡി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോഡ് കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഗുജറാത്ത് ഭാഗത്തോട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ലോഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ വർക്കലയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം രാവിലെ തന്നെ വണ്ടി കൊണ്ടുവന്നിട്ടു ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കിയില്ലേ, അതാണ് ലോഡ് കയറ്റുന്നത്. നമ്മൾ പൗഡറാണ് കയറ്റുന്നത്. എന്ത് പൗഡറാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടെയൊക്കെ വിശദമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരാം. പൗഡറാണെന്ന് പറഞ്ഞ് എന്ത് പൗഡറാണെന്ന് അറിയാൻ വയ്യ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കയറ് മേടിച്ചതെന്ന് പറഞ്ഞല്ലോ, 45 കിലോയുടെ 14 mm റോപ്പ് മേടിച്ചായിരുന്നു നൈലോണിൻ്റെ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ബണ്ടിലായിട്ടാണ് ഇരുന്നത്. അത് നമ്മൾ അഴിച്ചിട്ടപ്പോൾ ചെറുതായിട്ടൊരു കുലുക്ക് വീണ്. അപ്പോൾ പിന്നെ നമ്മളത് മൊത്തം എന്താ ചെയ്തത്, ഫുള്ളായിട്ട് അഴിച്ചിട്ടിട്ട് മുകളിലോട്ട് കയറ്റുകയാണ്. പാ കെട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിലോട്ട് കയറ്റി ഇടുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കോട്ടൺ പായാണ്, പച്ച കളർ. ഓക്കെ, അപ്പോൾ 45 കിലോ ഉണ്ട്, നല്ല നീളമുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. നമ്മുടെ ആദ്യത്തെ ലോഡാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആണ്. ആദ്യത്തെ ലോഡ് എന്ത് കയറ്റും, എവിടെ നിന്ന് കയറ്റും, ഒരുപാട് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലോഡ് നമ്മുടെ വണ്ടിയിൽ കയറി. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നാളെല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഒരുപാട് പേര് വളരെ മോശമായ രീതിയിലൊക്കെ സംസാരിച്ചു. നമ്മളതൊന്നും കാര്യമാക്കുന്നില്ല. നമ്മളെ വഴി പോയിക്കൊണ്ടേയിരിക്കും. പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് തീർന്നിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഹൈഡൊക്കെ ഒന്ന് താക്കേണ്ടി വരും. നമുക്ക് ഹൈറ്റിൽ ലോഡ് കയറുന്നില്ല. ഈ ഒരു ലെവലിൽ മാത്രമേ ലോഡ് കയറുന്നുള്ളൂ. കണ്ടാളേ, അത് ആ ഒരു ലെവലിൽ മാത്രമേ പോകുന്നുള്ളൂ. ഇപ്പോൾ തന്നെ പകുതി ആയി, ലോഡ് പകുതി കയറ്റി തുടങ്ങി. പകുതി കയറ്റി തീർന്നു. എൻ്റെ കൂടെ നമ്മുടെ സുഹൃത്തുണ്ട് ലിംഷാദ്, എറണാകുളമാണ് സ്വദേശി. നമുക്കൊന്ന് പുള്ളിക്കാരനെ പരിചയപ്പെടാം. പുള്ളിക്കാരൻ താഴെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ലിംഷാദും അതിനൊക്കെ നിയാസ് ബ്രോയും, അങ്ങനെ 2 പേരാണ് നമ്മുടെ കൂടെ ഈ വണ്ടിയിൽ പോകാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം 3 പേരായി, ഞാൻ ഉൾപ്പെടെ. ഞാനും ഉണ്ടാവും, നമ്മുടെ കൂടെ 2 സുഹൃത്തുക്കളും ഉണ്ടാവും വണ്ടി ഓടാനായിട്ട്. ഞാൻ ഒരുപാട് നാൾ ഈ ലോറിയിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നെങ്കിലും പല കാര്യങ്ങളും ഞാൻ വണ്ടി എടുത്ത ശേഷമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്താണ് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ ഒരുപാട് തെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കയറായാലും നമുക്ക് എടുക്കേണ്ട രീതിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നപ്പോൾ നമുക്കത് ഇരട്ടി പണിയായി. അപ്പോൾ അത് സ്ഥിരമായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ, ഒരു തവണയെങ്കിലും എടുത്തിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ ഈ ഒരു അബദ്ധം നമുക്ക് പറ്റൂലായിരുന്നു. മൊത്തം കുലുങ്ങിപ്പോയി. അങ്ങനെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ശരിയാക്കി നമ്മൾ മുന്നോട്ട് യാത്ര തുടങ്ങുകയാണ്. എന്തായാലും നമ്മുടെ ലോഡ് കയറി. അവിലെയാ എന്താ പറയുന്നു? പൊളി മൂട്. കുറേയൊക്കെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും എല്ലാം നമ്മൾ തരണം ചെയ്തു. തീരാറായല്ലേ? അവരടിച്ച് തീരാറായി. നമ്മളിവിടെ കയറി ചുറ്റി തീരാറായില്ലേ? എന്തല്ലേ, ഞാൻ തളർന്ന് ഞാളി. അപ്പോൾ ഞാൻ കുറച്ച് ടയേർഡായി. ഒരുപാട് കയറുണ്ട്, നല്ല നീളമുണ്ട്. ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൈ കുറച്ച് കിടച്ചപ്പോഴത്തേക്കും ജാബികളി ഓടി വന്ന് ആ പണി ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മൾ 11 kV തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. ശ്രദ്ധിച്ച് എണീക്കണ കളിയാ. ഓക്കെ, നമ്മളിപ്പോൾ വർക്കലയാണ് നിൽക്കുന്നത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ലോഡ് തന്ന ഫാക്ടറി. ഒരു പൗഡറാണ്, എന്തോ സിലിമിനേറ്റ് അങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അത് സംഭവം അഡ്രസ്സാണോ? കടൽ മണ്ണ് പൊടിച്ചുണ്ടാകണ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നൈലോൺ പായാണ്, സൈഡിൽ വെച്ചിട്ടുണ്ട്. കോട്ടൺ പാവ് ഒരു സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. അത് അഴിച്ചിട്ടില്ല, അഴിക്കേണ്ട ആവശ്യം വന്നില്ല. കയറമ്മൾ ഒതുക്കിയെടുത്ത് തീരാറായി. അളിയാ, എങ്ങനെയുണ്ട്? പൊളി, നല്ല പാടാണല്ലേ? നല്ല പാടി തന്നെ. കുറേ നേരം കൈ ഇങ്ങനെ കറക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ തളരും. അല്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ മാറാം. ശരി, ഞാൻ എടുക്കാം, ഞാൻ കറക്കാം. സാരമില്ല, സാരമില്ല, തീരാറായി. കേട്ടില്ല? തീരാറായി. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറെല്ലാം കയറ്റി പണികളെല്ലാം ഞാൻ തീർത്ത് ഏകദേശം ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ലോഡും കൂടെ കയറി തീർന്നാൽ മതി. ലോഡും ഏകദേശം ഫുൾ ആവാറായി. ഒരു അരമണിക്കൂറത്തെ ലോഡിങ് കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പായൊക്കെ ഇട്ട് ഇവിടെ നിന്ന് യാത്ര തുടങ്ങാം. അപ്പോൾ നമുക്ക് ടാർപ്പ് എന്നിടാം, മഴക്കോൾ വരുന്നുണ്ട്. എന്തായാലും
മഴ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് പായെടുത്ത് പെട്ടെന്ന് ഇടാൻ പറ്റി. വിഷയമില്ല. നമ്മുടെ ഹെഡ് മാത്രം കുറച്ച് ഷെഡിൻ്റെ വെളിയിലാണ് കിടക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ. അനീഷ് ഭായി പടി അതാ ഉടുപ്പും പാന്റും മുഴുവൻ അഴുക്കാക്കി അതാ നിക്കുന്ന കണ്ടോ, സൂപ്പർമാനെ കണക്ക്. ഓക്കെ അല്ലേ? മതിയാ? തുമ്പ് മാത്രോ? ഓക്കെ. ഇപ്പൊ നമ്മൾ പാതി ഭാഗം കയറിട്ട് തീർന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കയറിടാൻ വലിയ എക്സ്പീരിയൻസ് ഇല്ല. നമ്മുടെ നിൻഷാദ് ബ്രോ ഉള്ളതുകൊണ്ട് നമുക്കിന്ന് പായ കെട്ടി അടിപൊളിയായിട്ട്. ഇതൊക്കെയല്ലേ പഠിക്കുന്നല്ലേ? നിനക്ക് പായിട്ട് അറിയാമോ? പഠിക്കണ്ടേ? വാ പറഞ്ഞേരാ. ഞാൻ ഇപ്പൊ പഠിച്ച്, നീ പഠി. എടാ അയ്യോ ഇപ്പുറത്തായി പോയി. ഓക്കെ. ആർക്കാണ് നല്ലോണം പാകട്ട അറിയാവുന്നത്? പുതിയ കയറായതുകൊണ്ട് അതും ഒരു കിണയ മുണയെന്ന് പറഞ്ഞ് ഇരിക്കുന്നു. ആണ്ട് നോക്കിയാണ് കുരുങ്ങി പോണു. കയറ് കെട്ടാൻ പഠിപ്പിച്ചത് വാ. ഞാൻ പഠിച്ച് എനിക്ക് പറഞ്ഞാണ് എങ്ങനെയാണ് ഇടുന്നത്. താഴെ കെട്ടട്ടാ, പറഞ്ഞു തരട്ടാ. ആദ്യം എന്തിനാന്നറിയാമോ? ഇത് താഴെ ആ കൊളുത്തി കെട്ടിട്ട് വലിക്കും. വലിച്ചിട്ട് ഈ തല ഉണ്ടല്ലോ അതിന്റെ അകത്തോടെ തലയിലോട്ട് വരും അല്ലേ? നോക്കിക്കോ, താണ്ട നീ നോക്കിക്കോ. നോക്കിക്കോ. ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും. അതെ അതെ അതെ. നീ കെട്ടുന്ന രീതി ശരിക്കും വിസ്മയമാണ്. ഞാൻ കെട്ടിയിട്ടില്ലല്ലേ. നീ കെട്ടൂല. ഞാൻ കെട്ടിയിട്ടില്ലല്ലേ. ഞാനേ നീ കെട്ടാതിരിക്കുന്ന നല്ലത് കേട്ടോ. അലയും കെട്ടിയിട്ടുണ്ടോ? ഞാൻ കെട്ടി, രണ്ട് കൊച്ചുങ്ങളുണ്ട്. രണ്ടെണ്ണം കെട്ടിയാ? ഒന്ന് കെട്ടി അറിയണ്ട. രണ്ട് കൊച്ചുങ്ങളുണ്ടെന്ന് പറഞ്ഞത് രണ്ടെണ്ണം. നോക്കിക്കോ. ആദ്യം നോക്കിയോ, ആ കുളത്തിന്റെ ഇടയിട്ട് വലിക്കും. വലിച്ചാ ഓക്കെ. അതിനിവിടെ വലിച്ചു പിടിക്കുക, ടൈറ്റ് ആവുന്നതനുസരിച്ച്. അത്രേ ഉള്ളൂ. സെറ്റായി. ഇനി അപ്പുറത്തെ ചിലപ്പോ കെട്ട് നമ്മൾ എങ്ങനെയാണെന്ന് കാണിക്കാം. കെട്ടങ്ങനെ കെട്ടൂല, എല്ലാം ലോക്കാണ്. കണ്ടാ അനീഷ് ലോക്ക് ചെയ്ത് കാല് വെച്ച് ലോക്ക് ചെയ്ത്. കാലല്ലേ ഉള്ളു പിന്നെ ഫ്രീ ആയിട്ടുള്ള, വേറെ എന്തോന്നുണ്ട്? മൈ ഗോഡ്, എന്താടാ വയ്യേ? അല്ല ഇവിടെ പറഞ്ഞത് ഇവ എന്തോ കമന്ററി ഒക്കെ എന്ന് പറയുന്നു. നമുക്ക് എനിക്ക് പാട്ടാറുള്ളത്. യവനെ ഇത് പിടിച്ചിരിക്കണ്ടാലാണ്. യവൻ കെട്ടണക്കാണ് അവന്റെ ഫുൾ പവർ. പതുക്കെ എല്ലാം ശരിയാവും. ലൂസാവൂലേ? ഞാൻ താഴെ ഇറങ്ങി ഒരു കെട്ട് കെട്ടിട്ടാളിയാ. എന്റെ പൊന്നപ്പ ഇതങ്ങ് ഗുജറാത്തി എത്തണം. ഇതാണ്. ലംഷാദലി വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ നമുക്ക് ഊനാല് കിട്ടുന്ന കെട്ടിയിടായിരുന്നില്ല. പിന്നെ നീ എന്തോ ചെയ്യുമായിരുന്നു? അയ്യോ പോയി. ബില്ല് വന്നു. ഓക്കെ, കഴിഞ്ഞു. പാകെട്ടി കഴിഞ്ഞു. ചാത്ത ജോലി ചെയ്തായിരുന്നു പാവന്റെ കളി. അപ്പൊ അണ്ണന്റെ പേര് വിഷ്ണു കൊണ്ട് നമ്മളിവിടെ വന്നപ്പോ പരിചയപ്പെട്ടാണ്. ഇപ്പൊ വീഡിയോ കാണാറുണ്ട്, ഫോളോവേഴ്സ് ആണെന്ന് പറയുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് പണിയൊക്കെ? വീട് അടുത്ത് തന്നെ? വേറെ എന്തൊക്കെയുണ്ട് നമ്മളെ ഈ നാട്ടിൽ വിശേഷം? മഴയൊക്കെ ഇപ്പൊ ഇങ്ങനെ മഴയുടെ പിന്നെ ഓണമായി വിശേഷങ്ങൾ. ഓക്കെ, എന്തായാലും നമുക്ക് ഇനിയും കാണാം. പോയിട്ട് ഇനിയും വരണം. വരാം ഉറപ്പായിട്ട്. അപ്പൊ നമ്മുടെ വണ്ടി സമയം ഏകദേശം 11 മണിയായപ്പോ ഫാക്ടറിയിലോട്ട് വന്നു. ഏകദേശം 2 മണിയായപ്പോഴത്തേക്ക് ലോഡായി. നമ്മുടെ ലോഡെന്ന് പറയുന്നത് പൗഡറാണ്, ഒരു സിലിമിനേറ്റ് പൗഡർ അങ്ങനെ എന്നാണ് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് നല്ല അറിവില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ പൗഡർ കാണുന്നത്. തന്നെ നമ്മൾ ക്ലേ പൗഡറൊക്കെ മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. ആ പൗഡറല്ല, ഇത് വേറെ പൗഡറാണ്. ഇത് പാറയെന്നോ മണ്ണെന്നോ ഒക്കെ പൊടിച്ചെടുക്കുന്ന സംഭവമാണ്. എന്താണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ പായൊക്കെ കെട്ടി അടിപൊളിയായിട്ട് സെറ്റായി. നമ്മുടെ ആദ്യത്തെ ലോഡ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഗുജറാത്തിലോട്ടാണ് ലോഡുള്ളത്. നമ്മളിപ്പോൾ കുറേ നാൾക്ക് ശേഷം വലിച്ചതിൻ്റെ ഒരു ചെറിയ ചുമപ്പൊക്കെ വന്നിട്ടുണ്ട് കയ്യിൽ. 2-3 വലിക്കുമ്പോൾ പൊട്ടും അല്ലേ? പിന്നെ അങ്ങ് ശീലമായിക്കോളും. അപ്പം അങ്ങനെ നിൽക്കുന്നു. നമുക്കിനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനുള്ള സമയമായി. അതുകൂടാതെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നമുക്ക് കിച്ചണിൻ്റെ ആവശ്യമായിട്ട് കുക്കർ, അതണക്ക് കഴിഞ്ഞാൽ കുറച്ച് ചീനച്ചട്ടി, ഇങ്ങനെ കുറച്ച് ഐറ്റംസുകൾ, കരണ്ടി കാര്യങ്ങൾ, പാത്രങ്ങളൊക്കെ വാടിക്കാൻ ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യമുണ്ട്, ഗ്യാസ് വാങ്ങണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നു. അതുകൂടാതെ നമ്മുടെ ഇനി വണ്ടിയിലുള്ള പരിപാടി എന്ന് പറയുന്നത് കുഷൻ അടിക്കണം. നമുക്ക് 2 പേർക്ക് ഹാൾട്ടിങ് സമയത്തൊക്കെ നല്ല രീതിയിൽ കിടക്കാനായിട്ടുള്ള സൗകര്യത്തിന് വണ്ടിയിൽ കുഷൻ അടിക്കണം. അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പോണ വഴിക്ക് അടിക്കാൻ പറ്റുകയാണെങ്കിൽ അടിക്കും.
അപ്പൊ നമ്മുടെ കൂട്ടുകാരനെ പരിചയപ്പെടാൻ നമ്മുടെ വണ്ടിയിൽ ഇനി സ്ഥിരം സാരഥിയായിട്ടുള്ളതാണ് ജിൻഷാദ്. എറണാകുളം സ്വദേശിയാണ്, കോതമംഗലമാണ്. അപ്പോൾ നമ്മുടെ കൂടെ വേറെ ഒരാളും കൂടെ ഉണ്ട്, നിയാസ് ബ്രോ. മൊത്തം നമ്മൾ 3 പേരാണ് ഈ വണ്ടിയിൽ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. മാറി മാറി സമയമുള്ള കണക്ക് ഓരോരുത്തർക്കും അല്ലേ ആ രീതിക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സന്തോഷത്തോടെ പോയിട്ട് വരണം. എല്ലാം ദൈവത്തിന്റെ എല്ലാം കാത്തു സൂക്ഷിച്ചോണം. മറ്റല്ല ചോട്ടാ ഉപേര് പറയുന്നത് സൂക്ഷിച്ചോളാം, ഗിയർ ഇടരുത്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയല്ലോ. നമുക്ക് വണ്ടി ഇവിടെ ഡീസൽ അടിക്കണം. അത് കണക്ക് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് വാങ്ങണം. അതായത് നമുക്ക് പിന്നെ നമ്മുടെ മെയിൻ ഹൈവേയിലെ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഒതുക്കിടാം. അപ്പൊ പിന്നെ അവിടെ നിന്നെല്ലാം കിട്ടൂലോ. അതെ അതെ. നമുക്ക് കളിയാ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ പോവാലോ. അന്ന് പോയത് കിട്ടൂലേ? പിന്നെ പാത്രങ്ങൾ മേടിക്കാം. മറ്റേ ഈ പറഞ്ഞ വലിയ സ്ഥലത്തിന്റെ കല്ലമ്പലം ജംഗ്ഷനിൽ നിങ്ങൾ കയറുമല്ലേ? അവിടെ ഇട സൈഡിൽ ഒരുപാട് ചന്തയ്ക്ക് അടുത്തായിട്ട്. അപ്പൊ എന്താ നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ മുമ്പിൽ പോക്കോ. ശരി ഓക്കെ. ഡീസൽ നമുക്ക് ഇവിടെ നിന്ന് കയറി വരുമ്പോ ഒരു ഇന്ത്യൻ ഓയിലല്ലേ? ഇന്ത്യൻ ഓയിൽ ഉണ്ടല്ലേ? ഓക്കെ, ഇന്ത്യൻ ഓയിലിന് എടുത്തിട്ടേ നമുക്ക് അവിടെ നിന്ന് ഗ്യാസ് മേടിക്കാം. അവിടെ ഉണ്ടോ നോക്കും, കുറ്റി അവിടെ ഉണ്ടോ നോക്കും. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ബില്ലും കാര്യങ്ങളെല്ലാം കിട്ടി. വാ, ലോഡും കൊണ്ട് ഇറങ്ങി വരുന്ന കാണാൻ എന്താ രസം. എത്ര നാളായി ഈ ഒരു കാഴ്ച കാണാനായിട്ട് കാത്തിരിക്കുന്നു. 2-3 ഉടുപ്പ് ഒടിച്ചേ ഇറങ്ങത്തുള്ളൂ. വേട്ടെ കുറച്ചും കൂടെ വരും. നിക്കട്ടെ. വേട്ടെ കൊള്ളാം. കൊള്ളാം. ചെറുതായിട്ടൊന്നും പിടിക്കണം. ഓക്കെ, സെറ്റ്. ഓക്കെ, ടാറ്റാ. അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങി. ഇനി നേരെ ഗുജറാത്തിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടി, വേറെ എല്ലാം ഓക്കെയാണ്. മഴയും തുടങ്ങി. ലോഡ് കൊണ്ട് ഇറങ്ങിയപ്പോ മഴയും തുടങ്ങി. ഇയാള് വരാമെന്ന് നമ്മളെ പറ്റിച്ചു. ആരാണ്? ഞാനാ. വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ ആദ്യത്തെ യാത്രയല്ലേ, വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ഒരു മൂത്തേശൻ ഒരു 10 ദിവസം മുമ്പ് മരിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചടങ്ങിന് വേണ്ടി എനിക്ക് 16 ദിവസം അവിടെ നിൽക്കണം. വേറെ ആരുമില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ട്രിപ്പിൽ പോകാൻ പറ്റാത്തത്. 4 ദിവസം കൂടെ ഉള്ള ആ ചടങ്ങിന്. എന്തായാലും ഒക്കെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നടന്നു. ഇതുവരെ എനിക്ക് വണ്ടി ട്രിപ്പ് എടുത്ത് യാത്ര തുടങ്ങി ഇതുവരെ എനിക്ക് കൂടെ നിൽക്കാൻ പറ്റി. അതിന് വളരെ സന്തോഷം. ഓക്കെ, വീട്ടിൽ പോയാലും വണ്ടി തന്നെയാണ് ഇനി ഫുള്ള് മനസ്സിൽ. വണ്ടിയിലില്ലെങ്കിലും വണ്ടി തന്നെയാണ് ഞാൻ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി ഓടിച്ചിട്ട്? എങ്ങനെയുണ്ട്? ആണ്, നല്ല വണ്ടിയാണ്. വ്യത്യാസങ്ങളുണ്ട്, പോരായ്മകളൊക്കെ ഉണ്ട്. അതത്രേ ഉള്ളു. അതൊക്കെ ശരിയാക്കാന്ന് അവര് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വണ്ടിയാണ്. അതെ, ജൈലാൻഡ്. മാറ്റങ്ങളിലേക്ക് നമ്മൾ വടശ്ശേരിക്കോണം എത്തി. വർക്കലയിൽ നിന്ന് കല്ലമ്പലം റോഡിലാണ്. അപ്പൊ നമുക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ ബെഡൊക്കെ നമുക്ക് എങ്ങനെ അടിക്കാം? നമുക്ക് ബെഡ് തൽക്കാലം വഴിക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റേപാടാ പോളിസി വേണമെങ്കിൽ ദിവസങ്ങൾ വേണം. അങ്ങനെ അളവെടുത്തത് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് വരുമ്പോൾ കാര്യം ബുക്ക് ചെയ്തിട്ട് വരാം. പിന്നെ കിച്ചൺ സാധനങ്ങള് നിയാസും ഇടിച്ചോണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന്റെ വണ്ടി ലോഡായിട്ടുണ്ട്. കോഴിക്കോട് നമുക്ക് നിർത്തിയിട്ട് വിളിക്കാം. ശരി, നമ്മൾ കല്ലമ്പലം ജംഗ്ഷനിലെത്തി. ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ ഇതന്ന് നമുക്ക് ഇനി ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട്. മഴയാണ്, വീട്ടിൽ പോയി നമ്മുടെ കാർ എടുത്തുകൊണ്ട് വരാം. അല്ലേ? കാർ എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് സാധനങ്ങളെല്ലാം ഈസി ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അത് കൂടാതെ മഴയും നനയാതെ പോവാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അതെ അതാണ് നമ്മുടെ കല്ലമ്പലം ജംഗ്ഷൻ. പോലീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കും ഹെൽമെറ്റ് വെച്ച്. അളിയ മഴ ഉറച്ച്.
വരുന്നു കൊണ്ടാട്ടി വരുന്ന്. എന്റെ അൻവറിൽ മറ്റേ പൃഥ്വിരാജ് വരുന്ന അൻവറിലെ പൃഥ്വിരാജാ ഇത് മറ്റേ പ്രായത്തിന്റെ സിനിമയിൽ വരുമല്ലോ. ഇതാണ് തലേ തുണിയിട്ട്. ഇത് വണ്ടിയിൽ കൊടുക്ക. ആളെ ഞാൻ കാറ് കൊണ്ടാക്കാം. കടയിൽ പോവാം. നിനക്ക് എല്ലാരും ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും കടയിൽ പോവാൻ. പൊട്ടന്മാരെ കണക്കിരിക്കുന്നു. അളിയ കയറിക്കോ. അളിയനാണ് മേശിരി. ഈ കല്ലാണ് നമുക്ക് അളിയ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടല്ല, ഇത് മാറി ഇന്ന് കേട്ടാ. അങ്ങോട്ട് പോയില്ലേ ഓട്ടിച്ച് തെളിയിട്ട്. നീ അങ്ങ് പോ. എനിക്ക് നിന്നെ ഇനിയും വേണം. നീ അങ്ങ് പോ. റോട്ടിൽ പോ. ഫ്രണ്ട് പോയാ കുഴി, ബാക്ക് പോയാ പോകാം. നോക്കി എടുത്തോളാം. നീ കാര്യമായിട്ട് ഓടറി കാറ് പൊളിക്കൂ. ബാക്ക് പോടി. കാര്യം തമാശ പോണ വണ്ടി. ഇടത്തോട്ട് ഇങ്ങോട്ട് പോവില്ല. അങ്ങോട്ട് പുള്ളടി. ഓ അല്ല പോണത്. അല്ലിക്കുട്ടാ, അച്ഛൻ പോയിട്ട് വേട്ടാ. തല കാണാൻ പയ്യ. മഴ നനയില്ലേ പനി പിടിക്കും. വണ്ടി ഓട്ടിക്കാരുടെ കണ്ണാടി വെച്ചിട്ട് തേണ്ടി കണ്ണ് കാണാൻ പോന്നേക്ക്. അടിപൊളിയാക്കാം. എന്നാ പോവാം. നമ്മൾ ആദ്യം എവിടെയാണ് പോണോ? ഫസ്റ്റ് എങ്ങോട്ട്? ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് എങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഊട്ടിയിലെത്തെന്ന് പറയണത്. അതാണ് കറക്റ്റ്. നമ്മൾ ഊട്ടിയിലേക്ക് തേങ്ങ ഉറക്കട്ടെ. ഊട്ടി കളഞ്ഞൊരു പമ്പിലോട്ട് അകത്തോട്ട് കയറ്റിട്ടാണ്ട് അവിടെ കൊണ്ട് ഗ്യാസ് വെച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് ചോദിക്കും ഗ്യാസ് എടുക്കാൻ. ഇന്ത്യൻ ഓയിൽ ഗ്യാസ്. ഈ സൈഡിൽ പോകാൻ പറ്റിയ വണ്ടിക്ക് പോകാൻ പറ്റുന്ന രീതിയിലൊന്ന് ഒതുക്കിട്ടോ. നമ്മളെ ഗ്യാസ് എവിടെ ഇരിക്കുന്നു? ഗ്യാസ് അതോ ഇരിക്കുന്നു. ഇവിടെ നിർത്തിക്കോളെ അവർ പോയിക്കോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ഗ്യാസ് കുറ്റി വാങ്ങാം. ഗ്യാസ് കുറ്റി ഇന്നത്തെ വില എന്ന് പറയുന്നത് 1877. പുതിയതാണെങ്കിൽ അല്ലേ? റീഫില്ലാണെങ്കിൽ 757. ഓക്കെ. നമുക്ക് LPG ഒന്നെടുക്കാമല്ലോ. ഇനി എന്ത് ചെയ്യാം? നല്ല ഒരു കുറ്റി വെക്കുന്നതാണ്. ഇതല്ലേ? ഓക്കെ. ഓക്കെ. എടുത്തു. എല്ലാത്തിനും കണക്ക് തന്നെയല്ലോ. ഇത് പൈസ എവിടെ അടയ്ക്കണ്ടേ? അകത്താ? ഓക്കെ. 5 കിലോ ഇവിടെ അല്ലേ? പിന്നെ കുറ്റിയുടെ വെയിറ്റും കൂടെ വരും. വണ്ടി സീറ്റിൽ വെക്കാം അല്ലേ? അതെ, ഇവിടെ കിട്ടും, കുഴപ്പമില്ല. ഓക്കെ, കാണാം. ഗ്യാസ് കുറ്റിയായി. ഇനി വേണ്ടത് ഗ്യാസിന്റെ അടുപ്പ് വേണം, പാത്രങ്ങൾ വേണം അല്ലേ? ടൈപ്പറിട്ടാനൊക്കെ പഠിച്ച് കണ്ണാടി വെച്ചിട്ടുണ്ടോ? കണ്ണാടി എടുത്ത് മാസാവ്. നമുക്ക് ഇത് രാജകുമാരി അതാണ്. രാജകുമാരി പാർക്കിംഗ് 5 ഫ്രണ്ടിൽ തന്നെ കൊണ്ട് കയറ്റി ഇട്ടോളൂ. വണ്ടി ഇടാനുള്ള അകത്ത് തന്നെ ഇടാം. അതുകൊണ്ട് കുറച്ച് രാജകുമാരി ജ്വല്ലറിന്റെ ഫ്രണ്ട് ഗ്ലാസ് അവിടെ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, ഇടിച്ച് കളത്തി പോയി. ഇത് തന്നെ വലത്തോട്ട് കയറ്റി അവിടെ ജ്വല്ലറിന്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒരു ടയർ കയറ്റി പോയാളിയാ. ഫ്രണ്ട് പോട്ടാ. അങ്ങനെ നിൽക്കട്ടെ. സെറ്റല്ലേ? ഇത് മാസമായി കണ്ടാ. ഇത്രയും സ്ഥലം ഉണ്ട് റോട്ടിൽ അല്ലേ? കണ്ടാ, നമ്മളെ വണ്ടിയാണ് ഏറ്റവും മുന്നിൽ പോണത്. കഴിഞ്ഞ തവണ മറ്റേ ആറ്റിങ്ങിൽ ഉണ്ടാക്കി അത്ര ബ്ലോക്കിന്റെ അത്ര പോരല്ലേ അല്ലേ? സർവീസ് റോഡിൽ കൂടെ എങ്ങനെ പോവല്ലേ? അപ്പൊ നമ്മളെ വണ്ടിയില് നമ്മള് ഇത്രയും നേരം ഓടി നടന്ന് വാങ്ങിച്ചു കൂട്ടി എല്ലാ സാധനങ്ങളും ഒന്ന് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാരിപ്പള്ളി കഴിഞ്ഞിട്ട് നമ്മുടെ
പുതിയ ടോൾ വരുന്നുണ്ടോ, ആ ടോൾ വരുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് വണ്ടി ഒതുക്കാൻ സ്ഥലം കിട്ടി. അപ്പോൾ അവിടെ ആയിട്ട് നമ്മൾ വണ്ടി ഒതുക്കുകയാണ്. ആദ്യം തന്നെ ഗ്യാസ് ഇറക്കാം. ഗ്യാസ് എങ്ങനെ നോക്കിയിട്ട് ബാബാ വണ്ടി കുറച്ചുകൂടെ ബാക്ക് എടുക്കണം. വേണ്ടല്ലോ, റിവേഴ്സ് എടുക്കണോ? വേണ്ട വേണ്ട വേണ്ട, ഉള്ളിൽ വെയിറ്റുള്ള സാധനം. ആദ്യം വയ്ക്കാം. അപ്പോൾ ഐശ്വര്യമായിട്ട് നമ്മുടെ കിച്ചൺ ബോക്സ് നിറയ്ക്കുക. ഓക്കെ, ഇനി റബ്ബറൈസ്ഡ് കോട്ടിംഗ് പ്രൈമർ ഫസ്റ്റ് വരപ്പിൽ പോയി. നമ്മള് 5 ലിറ്ററിന്റെ ഗ്യാസ് മേടിച്ച് അടുപ്പിന്റെ കാര്യം അടുപ്പ് നമ്മള് മറ്റേ നിയാസ് പ്രോ മേടിക്കാന്ന് പറഞ്ഞിട്ടാ. നമുക്ക് അത് അവിടുന്ന് കറക്റ്റ് ആയിട്ടുള്ള അത് മോശം തുരുമ്പെടുത്തിരിക്കുന്നു. കത്തി ഇതാണ് മേടിച്ചത് കേട്ടോ. നോക്കി നമുക്ക് വലിയ കത്തിയാ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ച് ഡഗജ് ഉണ്ടെങ്കിൽ നമുക്ക് അല്ലേ ഇത് മസാലകളൊക്കെ ഇട്ട് വയ്ക്കാം. നല്ല മണം. ബ്രേക്ക് അടിച്ച് അൽഹംദുലില്ലാ ക്യാബിനകത്ത് അമ്പടാ. അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടി കയറ്റി. നമ്മൾ എന്തൊക്കെ മേടിച്ചെന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് അത്യാവശ്യം നമുക്കിപ്പോൾ മേടിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മേടിച്ച് പോണ പോക്ക് നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് വാങ്ങാം. നമ്മൾ ഗ്യാസ് മേടിച്ച്, പക്ഷേ സ്റ്റൗ നമുക്ക് ഇവിടെ നമ്മൾ വിചാരിച്ചത് കിട്ടിയില്ല. നമ്മൾ വിചാരിച്ച സാധനം കിട്ടിയില്ല. ഇപ്പോൾ എന്തായാലും പോണ പോക്കിന് അങ്ങോട്ട് മേടിക്കാം. ഗ്യാസ് മേടിച്ചു, അരി മേടിച്ചു, മസാലക്കൂട്ടുകൾ മേടിച്ചു. അതാണെങ്കിൽ ഞാൻ ചോറ് കഴിക്കാൻ പാത്രം മേടിച്ചു, ചായപാത്രം മേടിച്ചു, ചീനച്ചട്ടി മേടിച്ചു, ഗ്ലാസ് മേടിച്ചു, പിന്നെ ടിന്നുകൾ നമ്മളെ മസാലകൾ ഇട്ട് വയ്ക്കുള്ള ടിന്നുകൾ മേടിച്ചു. അങ്ങനെ എല്ലാം അത്യാവശ്യം വേണ്ട കത്തികൾ, കാര്യങ്ങൾ, സ്പൂണുകൾ എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുക്കെ യാത്ര തുടങ്ങിയാണ്. എന്തായാലും തുടക്കത്തിൽ ഇത്രയും ദൂരം എനിക്ക് ഇതിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റി. ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് മനസ്സെപ്പോഴും വണ്ടീൻ്റെ അവിടെ തന്നെയാണ്. എന്നാലും ഈ ഫസ്റ്റ് ട്രിപ്പ് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അത് മോശമായുള്ള കാര്യം തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കുടുംബത്തിൽ ചെറിയൊരു മരണം സംഭവിച്ചു. അപ്പോൾ ഏകദേശം 10 ദിവസങ്ങളായി. ഇപ്പോൾ 16-ാം ദിവസം ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിന് ഞാൻ മെയിനായിട്ട് അവിടെ നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു യാത്രയിൽ ഫസ്റ്റ് ട്രിപ്പിൽ പോകാൻ പറ്റാത്തത്. അപ്പോൾ ഓക്കെ, അത് വിഷമേ ഉള്ളൂ. എന്നാലും ബാക്കിയെല്ലാം നല്ലപോലെ നടന്നു. വളരെ സന്തോഷമുണ്ട്. ലോഡൊക്കെ കിട്ടി, ഒരുപാട് സന്തോഷമുണ്ട്. ഈ പേരും കാര്യങ്ങളും സ്റ്റിക്കറെല്ലാം അടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ ഇന്നത്തെ ദിവസം ഫുഡ് കഴിച്ചിട്ട് സമയം 4-5 മണിയായി. ശരിക്കും ഇന്നത്തെ ദിവസം ഒരുപാട് അലഞ്ച് തിരിഞ്ഞു. ഓക്കെ അളിയാ, ഇനി എന്താ പരിപാടി? ഫുഡ് കഴിക്കണം. ഓക്കെ, ബാക്കിയെല്ലാം ആയില്ലേ, ലോക്കെല്ലാം ആയില്ലേ? അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പേരടിക്കുക, ഗ്രാഫിക്സ് അടിക്കുക, അങ്ങനെയുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. നമുക്ക് സമയം കിട്ടുന്ന നമുക്ക് ചെയ്യാം എന്തായാലും എല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളി യാത്രയൊക്കെ ആയിട്ട് വീണ്ടും കാണാം.